നമസ്കാരം കൃഷ്ണകുമാർ. നമസ്കാരം. കേരളത്തിൽ BJP അധികാരത്തിൽ വരാൻ ഇനി എത്ര നാൾ കാത്തിരിക്കണം? അത് ഒറ്റ വാക്കിൽ തരാൻ പറ്റുന്ന ഒരു ഉത്തരമല്ല. ചിലപ്പോൾ അത് 2026 സംഭവിക്കാം, ചിലപ്പോൾ 31 സംഭവിക്കാം. കാരണം നമ്മുടെ മുമ്പിൽ വളരെ നല്ല ഉദാഹരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പൂജ്യത്തിൽ നിന്ന് നമ്മൾ ഭരണത്തിലോട്ട് വന്ന സ്ഥലങ്ങളുണ്ട്. ത്രിപുരയിൽ കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്നു. BJP ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്ന കാലമുണ്ടായിരുന്നു. ഒറ്റ രാത്രി കൊണ്ടാണ് അവിടെ 40-ലധികം സീറ്റോട് കൂടി 43, 47 വരെ അന്ന് ജയിക്കുമ്പോൾ വിപ്ലവ് കുമാർ ദേവ്. ഹരിയാന ഇതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ ഭരണത്തിലോട്ട് 4-ൽ നിന്ന് 44-ലേക്ക് മാറി ആണല്ലോ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പാർട്ടി അതിശക്തമായി താഴെത്തട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. എല്ലാ വിഭാഗം ആൾക്കാരത്തും നമ്മളവരെ ഒരു കോൺഫിഡൻസിലെടുക്കണം. അതിന് ഈ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു ഓർഡിനറി റിസൾട്ട് ആണെങ്കിൽ ഒരു സീറ്റ് 2 സീറ്റ് കിട്ടുക എന്നുള്ളൊരു ഓർഡിനറി ചിന്ത. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമ്മൾ ചിന്തിക്കണം. അതായത് മറ്റുള്ളവർ പറയണം അതൊന്നും നടക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങളെപ്പറ്റി വേണം നമ്മൾ ചിന്തിക്കാൻ. അത്തരം ഒരു ചിന്ത മാത്രം പോരാ, അതനുസരിച്ചുള്ള എക്സ്ട്രാ ഓർഡിനറി ഒരു പ്രവർത്തനം നടത്തുമ്പോഴാണ് ഈ ഓർഡിനറി അല്ലാതെ ഒരു എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് ഉണ്ടാകുന്നത്. അല്ല, അങ്ങനെ പറയുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങ് തന്നെ കൊല്ലത്ത് വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴും പാലക്കാട് ഉൾപ്പെടെയുള്ള വലിയ തിരിച്ചടികൾ പാർട്ടിയെ അലട്ടയല്ലേ? അത് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം. നമ്മൾ മറ്റു പാർട്ടിക്കാരെ കുറ്റം പറയുന്ന സമയത്ത് ആദ്യം നമ്മുടെ അകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ആദ്യം ആ പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്യുക. മറ്റു പാർട്ടികളുടെ പ്രശ്നം അവിടെ നിൽക്കട്ടെ, നമ്മൾ ശരിയാണോ, നമ്മുടെ വീട് ഓർഡറിലാണോ നമ്മൾ ആദ്യം നോക്കണം. അവിടുത്തെ പ്രശ്നങ്ങൾ തീർത്താൽ തന്നെ 50% പണി കഴിയും. ഐക്യമത്യ മഹാബലം എന്ന് പറയും. ഈ ഐക്യം എന്നൊരു സാധനം നമ്മുടെ അകത്ത് വേണം. അപ്പോൾ പറയും പാർട്ടിയെ കുറ്റപ്പെടുന്നു. എല്ലാ പാർട്ടികൾക്കകത്തും പ്രശ്നമാണ്. പക്ഷേ എനിക്ക് അതല്ല, എനിക്ക് എൻ്റെ പാർട്ടിക്കകത്തെ പ്രശ്നമാണ്. അതായത് വർക്ക് ചെയ്യാൻ കഴിവുള്ളവരും പ്രാപ്തരായിട്ടുള്ളവരും കൊണ്ടുവരണം എന്ന് പറഞ്ഞ് പുതിയ ആൾക്കാരെ കൊണ്ടുവരണമെന്നല്ല, യുവാക്കളെ എല്ലാവരും ഉൾപ്പെടുത്തണം. പക്ഷേ പുറത്തു നിന്ന് നോക്കുമ്പോൾ ഈ പാർട്ടിക്കകത്ത് പ്രശ്നമാണെന്നൊരു തോന്നൽ നമ്മൾ ഒരിക്കലും വരുത്താൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മുന്നേറ്റം വന്നു. മുന്നേറ്റം പല ഘടകങ്ങളുണ്ട്. നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ, ഇവിടുത്തെ പ്രവർത്തനങ്ങൾ. പക്ഷേ ഇതിനൊക്കെ പുറമെ ഇന്നത്തെ ഈ ഭരണത്തിനോടുള്ള മടുപ്പ്, പല 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 കാരണങ്ങൾ കൊണ്ട് ജനം മാറിത്തുടങ്ങി. ജനം ഇനിയും മാറാൻ തയ്യാറാണ്. ആ മാറ്റത്തിന് ആക്കം കൂട്ടണമെങ്കിൽ പാർട്ടി തന്നെ വിചാരിക്കണം. നേരത്തെ പറഞ്ഞ് അതിശക്തമായ പ്രവർത്തനം, ഓളമടിക്കുന്ന പോലൊരു പ്രവർത്തനം 1 കൊല്ലം മുമ്പേ തുടങ്ങിയിരിക്കണം. ഈ പ്രതിസന്ധിയുള്ളൊരു ചോദ്യമാണ്, BJP-ൽ ഗ്രൂപ്പുണ്ടോ? ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സാധനം എല്ലാ കാലത്തും എല്ലാ പാർട്ടിയിലും എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. BJP-ലുണ്ട്. അത് ഇതൊക്കെ ജനുവല്ലേ. ചിലപ്പോൾ ഇത് പറയുന്നത് പാർട്ടി വിരുദ്ധമാകാം, നാളെ എനിക്കറിയില്ല. പക്ഷേ നമ്മളിതെല്ലാം കണ്ണടച്ച് നമ്മൾ സംസാരിക്കരുത്. ഉണ്ട്, അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് തന്നെ പോകണം. ഗ്രൂപ്പുകളൊക്കെ കാണും, അതിനൊന്നും വലിയതല്ല. പക്ഷേ ആ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനവും പാർട്ടിക്ക് നല്ലതാവുന്ന രീതിയിലുള്ള പ്രവർത്തനമാണെങ്കിൽ കുഴപ്പമില്ല. പാർട്ടിയെ അടിച്ചു താക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണെങ്കിൽ അതിശക്തമായ നടപടികൾ പാർട്ടി നേതൃത്വം മുകളിൽ നിന്ന് എടുക്കണം, വടിയെടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മുഖമാണ് കൃഷ്ണകുമാർ. അതോടൊപ്പം തന്നെ മത്സരിച്ച് തെരഞ്ഞെടുപ്പുകളിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാം. എന്നിട്ടും പ്രധാനപ്പെട്ട ഒരു ചുമതലയിലേക്ക് അങ്ങേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നാഷണൽ കൗൺസിൽ അംഗമല്ല ആയിട്ടുണ്ടല്ലോ. അപ്പോഴും എന്തുകൊണ്ടായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു പാർട്ടി പരിഗണിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടോ? ഞാൻ പിന്നെ അങ്ങനെ ചിന്തിക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, പാർട്ടിയിൽ വന്നത് 2021 ഫെബ്രുവരി 3 അപ്പോൾ പാർട്ടി എനിക്ക് 2 തവണ ഇലക്ഷനിൽ നിൽക്കാനുള്ള അവസരം തരുന്നു. ഒരിക്കൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലും, അത് കഴിഞ്ഞപ്പോൾ കൊല്ലത്തും. ഈ 2 സ്ഥലങ്ങളും എനിക്ക് അനുകൂലമായിരുന്ന സ്ഥലങ്ങളല്ലായിരുന്നു. കാരണം ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന സ്ഥലം വെച്ചാൽ വട്ടിയൂർക്കാവ്, മരുതകുഴി. അവിടെ ആയിരുന്നെങ്കിൽ എനിക്ക് ഭേദപ്പെട്ട ഒരു പ്രകടനം നടത്താം. പക്ഷേ എൻ്റെ അടുത്ത് പാർട്ടി പറഞ്ഞു നിങ്ങൾ ഇവിടെ പോയി നിൽക്കണം. ഞാൻ പറഞ്ഞു ശരി. അവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. 19 ദിവസമാണ് പ്രവർത്തിക്കാൻ കിട്ടുന്നത്. പക്ഷേ എന്നിട്ടും നമുക്ക് വോട്ട് ഉയർത്താൻ കഴിയും. രണ്ടാമത് കൊല്ലത്തേക്ക് വിടുന്നു. അപ്പോൾ മറ്റ് സ്ഥാനാർത്ഥികളുടെല്ലാം പേര് വന്നതിന് ശേഷം എല്ലാവർക്കും 56 ദിവസമാണ് വർക്ക് ചെയ്യാൻ കിട്ടിയത്. നമുക്ക് 26 ദിവസമാണ് തരുന്നത്. കൊല്ലം തീർത്തും എനിക്ക് അനുകൂലമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ അവിടെ എനിക്ക് പാർട്ടിയോട് ഇഷ്ടം തോന്നിച്ചാൽ പാർട്ടിക്ക് അനുകൂലമല്ലാത്ത സ്ഥലത്തോട്ട് എന്നെ അയക്കുമ്പോൾ പാർട്ടിക്കൊരു വിശ്വാസമുണ്ട്, വോട്ട് കൂട്ടാൻ ഇയാൾക്ക് കെൽപ്പുണ്ട്, അതുകൊണ്ടാണ് അവിടെ അയക്കുന്നത്. അപ്പോൾ പാർട്ടിയെ ശക്തിപ്പെടുത്തുക, 2-3 ഇതുണ്ട്. ജയിപ്പിക്കാനും പാർട്ടിയുടെ അവിടെ അടിത്തറ ശക്തിപ്പെടുത്താനും പല പല ഉദ്ദേശങ്ങളുണ്ട്.
അപ്പോൾ അത്തരം ഒരു ചുമതല എന്നെ ഏൽപ്പിച്ചല്ലോ. അപ്പോൾ എന്നിൽ പാർട്ടിക്ക് ഒരു വിശ്വാസമുണ്ടല്ലോ. കാരണം ഇത് സംസ്ഥാനത്ത് നിന്ന് മാത്രം തീരുമാനിക്കുന്നില്ല, കേന്ദ്ര നേതൃത്വം കൂടി ഇരുന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ എവിടേക്കോ എൻ്റെ പേരും ചർച്ചയിലെടുക്കുന്നു, ആ വ്യക്തി കൊള്ളാം എന്നൊരു തോന്നൽ വരുത്തും. അത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അംഗീകാരമാണ് പാർട്ടി തന്നിരിക്കുന്നത്. പിന്നെ ചുമതലയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചുമതല വേണം നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയും, ഇത്തരം വാക്കുകൾ പറയുമ്പോൾ പറയും അധികാരമോഹിയാണ് ഇയാൾ. അപ്പം ഞാൻ പറയുന്നു, അധികാരം എന്നൊരു സാധനം അല്ലെങ്കിൽ ചുമതലകൾ, റെസ്പോൺസിബിലിറ്റി എന്ന സംഭവം ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാനും പറ്റില്ല. കാരണം നമ്മളെ സമീപിക്കുന്നു പലരും പല കാര്യങ്ങൾക്കായിട്ട്. ഇപ്പം ഞാൻ ഡൽഹിയിൽ പോകുമ്പോൾ അവിടെ താമസിക്കുന്നുണ്ട്, എൻ്റെ ബന്ധങ്ങൾ കൊണ്ട് ചില കാര്യങ്ങൾ ചിലപ്പോൾ നടത്തിയെടുക്കാം ഇന്ത്യൻ്റെ മന്ത്രിമാരത്ത് പോകും. അതേസമയം ഒരു ചുമതലയിലുള്ള ഒരാൾ പോകുമ്പോൾ അതിൻ്റെ നിറം മാറും, വളരെ ഗൗരവത്തോടെ എടുക്കും. ഇന്ന ഇതിലിരിക്കുന്ന കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, കൃഷ്ണകുമാർ പേപ്പർ കൊണ്ടുവരും. ഇതേപോലെ തന്നെ കേരളത്തിൽ നമ്മൾ പല ആൾക്കാരെയും, അതായത് അത് വ്യവസായികളായിക്കോട്ടെ അല്ലെ മതമേലധ്യക്ഷന്മാരായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ഒരു സമുദായത്തിൻ്റെ ആൾക്കാരെ, അവരോട് നമ്മൾ ഒരു കാര്യം പറയാൻ പോകുമ്പോഴും ഒരു ചുമതല ഉണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി ഗൗരവത്തോടെ കാര്യങ്ങൾ എടുക്കും. ഇത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണല്ലോ സന്ദീപ് വാര്യർ അടക്കമുള്ളവർ പാർട്ടി വിട്ടുപോയത്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ പാർട്ടി വിടുന്നതും പാർട്ടി വേറൊരു പാർട്ടി ചേരുന്നതൊക്കെ ഒരു വ്യക്തികളുടെ ഇതാണ്. എനിക്ക് അതിനോട് ഒന്നും യോജിപ്പില്ല വിയോജിപ്പില്ല. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, ഈ പാർട്ടിയിൽ നിന്ന് പ്രവർത്തിക്കണം. സ്ഥാനങ്ങൾ തരാതിരിക്കാതെ പാർട്ടി ഞാനിതിന് പക്വത ആർജിച്ചും തോന്നുന്ന കാലത്ത് തരട്ടെ, ഞാൻ അന്ന് വർക്ക് ചെയ്യും. എനിക്ക് പാർട്ടി മാറാൻ ആഗ്രഹമുള്ള ഒരാളല്ല. അഥവാ എനിക്കിവിടെ പറ്റുന്നില്ല, എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കലാകാരനാണ്. ഈ കലാകാരൻ എന്നുള്ളൊരു ബലത്തിലാണ് എന്നെ പാർട്ടി ഇവിടെ എടുക്കുന്നത്. ഈ കലാകാരനെ കൊണ്ട് നമുക്ക് പാർട്ടിക്ക് വളരാൻ പറ്റുന്നത്, ആ വിശ്വാസത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. പക്ഷേ എനിക്കപ്പോൾ കലാപരമായിട്ട് വളരെയധികം നഷ്ടങ്ങൾ സംഭവിച്ചൊരു വ്യക്തിയാണ്, എനിക്കും എൻ്റെ കുടുംബത്തിനും. പക്ഷേ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വരുന്നത്, അല്ലാതെ ഇവിടെ വന്ന് പെട്ടുപോയി എന്നുള്ള തോന്നലില്ല. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതിപ്പോൾ ഞാനൊന്ന് മറികടന്ന് തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഈ പാർട്ടി വിട്ടു പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അപ്പുറത്ത് ചെന്ന് ഒരു ദിവസം കൊണ്ട്, ഇപ്പോൾ എനിക്കൊരാളുടെ അടുത്ത് ഇവിടെ ഒരു വ്യക്തിവൈരാഗ്യം തോന്നുന്നു അല്ലെങ്കിൽ ഒരു പോരായ്മ തോന്നി പോയിട്ട് അപ്പുറത്ത് പോയിട്ട് ഒന്നടങ്ങ് ഒരു രാത്രി കൊണ്ട് ഇപ്പുറത്തിരിക്കുന്നവരുടെ മുഴുവൻ എടുത്തിട്ടങ്ങ് ഉടുക്കുക, മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഇതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നവരെ പറ്റിയൊക്കെ വളരെ മോശമായ ഭാഷ സംസാരിക്കുന്നത് കാണുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ പോലെ അന്നും ഇന്നും അദ്ദേഹം സൗഹൃദമുള്ള വ്യക്തിയായിട്ട്. പക്ഷെ ഞാനിതൊന്നും പറയാൻ പോകുന്നത് വെച്ചാൽ പുള്ളിക്ക് ഇന്ന് അവിടെ എന്തൊക്കെയോ പ്രൂവ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടാവുന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പുള്ളിയുടെ നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ പുള്ളിക്ക് പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ, ഒരു രാത്രി കൊണ്ട് ഇവിടെ നിന്ന് മാറി അപ്പുറത്ത് പോയിട്ട് ഈ പാർട്ടി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിത്വത്തെ അവിടെയും കണക്ക് കൂട്ടും. നാളെ ഇവൻ ഇവിടെയും പ്രശ്നമാകുമല്ലോ, ആ ചിന്തയുണ്ടാക്കുക. അല്ലാതെ നല്ലൊരാളെന്ന് ആരും പറയില്ല. തൽക്കാലം ചിലപ്പോൾ എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കും, ഉന്തിത്തള്ളി താഴെ. കാരണം ആ പാർട്ടിയിൽ പ്രവർത്തകരെക്കാൾ കൂടുതൽ നേതാക്കളുള്ളതാണ്. അവിടെ വലിയ കടിപിടി നടക്കാൻ പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് പുള്ളിക്ക് നല്ലത് വന്നോട്ടെ ജീവിതത്തിൽ. പക്ഷേ വ്യക്തിപരമായി ഇത്തരം പ്രവൃത്തികൾ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സുരേഷ് ഗോപിക്ക് സമാനമായി തന്നെ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ശേഷം കുടുംബത്തിനെതിരെയും നിരന്തര ആക്രമണങ്ങൾ നേരിട്ടൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് അത് വിഷമം തോന്നാറുണ്ടോ? വിഷമം തോന്നേണ്ട പ്രായത്തിലല്ലായിരുന്നു പാർട്ടിയിലോട്ട് വന്നത്. ഇപ്പോൾ എൻ്റെ മക്കൾക്ക് ഇനിഷ്യലി വളരെ ഒരു അച്ഛൻ എന്ന നിലയിൽ മക്കളെ ഉൾപ്പെടെ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ ഉൾപ്പെടെ ഈ അനാവശ്യ കമൻറ്റുകൾ. ആ സുരേഷ് ഗോപിക്കും അത് സമാനമായ അദ്ദേഹത്തിൻ്റെ മക്കൾക്കെതിരെ ഈ വിമർശനങ്ങളുണ്ട്. അപ്പോൾ അങ്ങയുടെ സ്വയം ഇഷ്ടപ്രകാരം വരുന്നു, അത് എൻ്റെ കുടുംബത്തെ ബാധിക്കുകയാണ്, എൻ്റെ കുടുംബത്തിനെതിരെ വരികയാണ്. അപ്പോൾ ഒരു അച്ഛൻ എന്ന നിലയിൽ എന്ത് തോന്നുന്നു? സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ മക്കളുടെ വളർച്ച, മക്കളുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ, നേട്ടങ്ങൾ, ഇതെല്ലാം എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കും. പിന്നെ തീർത്തും ഞാൻ എപ്പോഴും വ്യത്യസ്തമായി ചിന്തിക്കാൻ എപ്പോഴും ശ്രമിക്കും. ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. ഇതുപോലെ സമാനമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഞാൻ പറയും, ഈ സ്ട്രഗിൾ ഈസ് സ്ട്രെങ്ത് എന്ന് പറയും. അതായത് നമുക്ക് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്നൊരു പ്രശ്നമാണ്, ഒരു കൊടുങ്കാറ്റ് പോലെ ഇത് വരുന്നത്. അതിശക്തമായൊരു കൊടുങ്കാറ്റാണ്, വീണുപോകും പലരും. ഈ കൊടുങ്കാറ്റിൽ നമ്മൾ മറികടന്ന് അപ്പുറത്ത് പോയി കഴിഞ്ഞാലുണ്ടെന്ന് പിന്നെ ഈ ചെറിയ കാറ്റുകൾ ഏശില്ല. എൻ്റെ വീട്ടിൽ സംഭവിച്ചത്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഒരു പിതാവെന്ന നിലയ്ക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും വേദന വരും. കാരണം പിള്ളേർ എതിർത്ത് പലതും സംസാരിച്ചു. കാരണം പിള്ളേർക്ക് അത്രമാത്രം ഇതായി. അപ്പോഴവർക്ക് പറഞ്ഞു കൊടുത്തു, ഇത് മറികടക്കണം. എന്തോ എൻ്റെ നല്ല കാലത്തിന് മക്കൾ, ഞാൻ പറയുന്നത് എല്ലാം കേൾക്കണം എന്ന് വാശി പിടിക്കുന്ന അച്ഛനല്ല, പക്ഷേ കേൾക്കേണ്ട കാര്യങ്ങൾ കേട്ടു, അവരത് മനസ്സിൽ കുറിച്ചിട്ടു. ഇന്ന് ഇവർ 5-6 കൊടുങ്കാറ്റുകൾ കടന്നു. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അതിശക്തരായി. അപ്പോൾ ഈ അതിശക്തരെ ദൈവവും പിന്തുണയ്ക്കും, ഇത് കാണുന്ന ജനവും പിന്തുണയ്ക്കും. ഈ എതിർത്ത് ശബ്ദമുണ്ടാക്കുന്ന 10 പേരുള്ളൂ, മറ്റ് 90 പേരോട് ഇരിപ്പുണ്ട്. മക്കൾക്ക് പറഞ്ഞു കൊടുക്കപ്പോഴും ഈ 90 പേര് നിങ്ങളൊപ്പമാണ്. ചിലപ്പോൾ അവർ മൗനത്തിലായിരിക്കും, പക്ഷേ അവരുടെ പ്രാർത്ഥന ഉണ്ടാവും.
ഇന്നെന്താണ് ആ മക്കൾക്ക് എന്തെങ്കിലും സൗഭാഗ്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഈ സൈബർ അറ്റാക്ക് നടത്തിയ ഈ വ്യക്തികളോട്, അവരെ ദ്രോഹികളെന്ന് പോലും ഞാൻ പറയില്ല, അവർ ചെയ്തു തന്ന ഉപകാരം ചില്ലറയല്ല. വരും കാലങ്ങളിൽ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നുണ്ടോ? നേരത്തെ പറഞ്ഞു, എൻ്റെ മറ്റൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ, അതായത് എൻ്റെ ജീവിതം തന്നെ ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു, പക്ഷെ വേറെ എന്തൊക്കെയോ നടന്നു. പട്ടാളത്തിൽ പോകണമെന്ന് വിചാരിച്ചു, കലാകാരനായി. കലയിൽ ഞാൻ പൊക്കൊണ്ടിരുന്നപ്പോൾ രാഷ്ട്രീയക്കാരനായി. അപ്പോൾ പലപ്പോഴും പ്രകൃതിക്കൊരു ഇതുണ്ട്, അത് നമ്മളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. എവിടെ നിന്നാലും അവിടെ നമ്മൾ സിൻസിയറായി, ഡെഡിക്കേറ്റഡായി, ആത്മാർത്ഥമായി ജോലിയെടുക്കുക. നമ്മളെ തേടി വിജയം വന്നിരിക്കും. അല്പം വൈകിയാലും അത് വരിക തന്നെ ചെയ്യും. അല്ല, മക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് ഭാവിയിൽ അച്ഛനോട് അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ സമ്മതിക്കുമോ? എനിക്ക് എൻ്റെ മക്കൾ എന്ത് ചെയ്യുന്നു, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ പറയുന്നത് കേട്ട് ജീവിക്കണമെന്ന് ഒരു നിർബന്ധമുള്ളൊരു പിതാവല്ല ഞാൻ. പക്ഷെ ഞാൻ പലതും പറഞ്ഞു കൊടുക്കും. പലപ്പോഴും ഞാൻ നമ്മുടെ മുൻപേ പോയ മാതാപിതാക്കളുടെ ടെൻഷൻ കാണാറുണ്ട് മക്കളെക്കുറിച്ച് ഓർത്ത്. ഞങ്ങൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. അപ്പം ഞാനാലോചിക്കും, എന്തിന് നമ്മൾ പറയുന്നത് കേൾക്കണം? കാരണം നമ്മൾ പോയി പലയിടത്തും പല വീഴ്ചകൾ വീഴുമ്പോൾ പിള്ളേർക്ക് പറയടാ അങ്ങനെ പോയൊരു കുഴിയുണ്ട്, അത് നമ്മൾ പോയത് കൊണ്ടാണ് വീണത്. അതുപോലെ ആവണമെന്നില്ല. ഇന്നത്തെ ചെറുപ്പക്കാർ എക്സലന്റ് തലമുറയാണ്. നമ്മളവരെ വെറുതെ മോശം, ഈ തലമുറ ശരിയല്ല. എൻ്റെ ചെറുപ്പകാലത്ത് ഞാനും ഒരു മോശം തലമുറയുടെ ആളായിരുന്നു, എൻ്റെ മുകളിലുള്ളവർക്ക്. അത് എപ്പോഴും അങ്ങനെ, അത് തുടർന്നുകൊണ്ടിരിക്കും. നമ്മൾ നേരെ തിരിച്ചു പറഞ്ഞു തുടങ്ങുക, ഇവർ നല്ലവരാണ്. കാരണം ഇവരിന്ന് വളരെ നിശബ്ദരാണ്. ഇവരെല്ലാവരും മൊബൈലിനകത്തും അല്ലെങ്കിൽ മറ്റ് ഗാഡ്ജറ്റ്സിനകത്തും. അപ്പോൾ പലരും പറഞ്ഞുകൊണ്ടിരുന്നു, ഈ തലമുറ 24 മണിക്കൂർ ഇതിനകത്താണ് എന്ന് പറയും. കോവിഡ് വന്നപ്പോൾ എല്ലാം ഓൺലൈനായപ്പോൾ എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലിരിക്കുക, ഓൺലൈനിലിരിക്കുക എന്നും പറഞ്ഞവരുണ്ട്. അപ്പോൾ അവർ വെൽ കണക്റ്റഡ് ആണ്. പുതിയ തലമുറയുടെ കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ എനിക്കൊരു ചെറുപ്പം കിട്ടും, എനിക്കൊരു അപ്ഡേഷൻ കിട്ടും. അതുകൊണ്ട് ഈ തലമുറ ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്കിഷ്ടമാണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് അവരുടേതായ ഒരു ബ്രെയിൻ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു കൊടുത്തത് എൻ്റെ അനുഭവം എടുത്തിട്ട് അവർക്ക് അവരുടെ രീതിയിൽ ജീവിക്കണം, എന്നെപ്പോലെ ജീവിക്കരുത് എന്ന് ഞാൻ പറയുന്ന ഒരാളാണ്. കാരണം അവരവരുടെ പാതയുണ്ട്, ഞാൻ കുറച്ച് കഴിയുമ്പോൾ കടന്നു പോകും. അപ്പോൾ അവരുടേതായ രീതിയിൽ അവർ ജീവിതം കണ്ടെത്തി മുന്നേറണമെന്ന് വിചാരിക്കുന്നതാണ്. അതുകൊണ്ട് നാളെ അവർ രാഷ്ട്രീയമാണോ വേറെന്തെങ്കിലും മേഖലയാണ്, ഏത് മേഖലയിൽ അവർ പോയാലും ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ ഞാൻ അവരെ പിന്തുണയ്ക്കും. നാം തിരിച്ച് കൊല്ലത്തേക്ക് തന്നെ വന്നാൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അണ്ണാമലയുമായുള്ള ഒരു റാലി, ആ വാഹന പ്രചരണം വലിയ രീതിയിൽ ട്രെൻഡിങ് ആയിരുന്നു, വലിയ വാർത്തയായിരുന്നു. അണ്ണാമലയുമായുള്ള ബന്ധം എങ്ങനെയാണ്? അന്ന് എങ്ങനെ അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? അണ്ണാമലയെ അണ്ണാമല എന്ന് വെച്ചാൽ BJP, അതായത് ഇന്ത്യയിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു സംസ്ഥാന നേതാക്കളിൽ ഒരാളാണ്. അതായത് മറ്റൊരു സംസ്ഥാനത്തെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും അറിയില്ല. ഇന്ന് കാശ്മീർ പോയിട്ട് ചോദിക്കൂ, തമിഴ്നാട്ടിലെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആരാണെന്നറിയോ? BJP എന്ന് വെച്ചാൽ അറിയാം, അണ്ണാമല എന്ന് പറയും. ആ രീതിയിലോട്ട് പുള്ളി വളർന്നു. അപ്പോൾ ഇതിനൊക്കെ മുൻപ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു, സൗഹൃദം ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് കോയമ്പത്തൂരിൽ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഇലക്ഷൻ വന്നു, അവിടുത്തെ ലോക്കൽ ബോഡിയിൽ. അന്ന് ഞങ്ങൾ ഒരുമിച്ച് ശ്രീമതി ശ്രീനിവാസൻ പുള്ളിക്കാരി, ഞങ്ങളെല്ലാവരും കൂടിയാണ് അന്ന് ക്യാമ്പയിൻ ചെയ്യുന്ന അന്നത്തെ ലോക്കൽ ബോഡി ഇലക്ഷൻ. അപ്പോൾ അന്ന് തൊട്ടേ ഈ ബന്ധം വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അണ്ണാമലയുടെയൊക്കെ ഒരു വരവിലെ ഒരു ഇഷ്ടമെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രാഷ്ട്രീയത്തിനകത്ത് പണ്ട് തൊട്ട് പറയുന്നത് രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്നവർ മാത്രമാണ് രാഷ്ട്രീയ നേതാക്കളാവുന്നത്. അതിന് മാറ്റം വരുത്തിക്കൊണ്ടൊരു വലിയ ചേഞ്ചാണ് പുള്ളി ഉണ്ടാക്കിയത്. പോലീസിലൊരു IPS ഉദ്യോഗസ്ഥനായിരുന്നു, വേറെയും മറ്റ് പല വിദ്യാഭ്യാസ സ്ഥാനങ്ങൾ നേടിയ വ്യക്തിയാണ്. അപ്പം മറ്റ് വാക്സ് ഓഫ് ലൈഫിൽ നിന്ന് പാർട്ടിയിലോട്ട് ആൾക്കാർ വരണം, ഡോക്ടേഴ്സ് വരണം, എൻജിനീയേഴ്സ് വരണം. എന്തുകൊണ്ട് ഇത് മാത്രമാവണം? ഒരു ഉദാഹരണം, ഒന്ന് വഴിമാറിപ്പോവുക. സിനിമയിൽ പണ്ട് ഒരാളുടെ അസിസ്റ്റൻ്റായി, പിന്നെ ഡയറക്ടർ, അങ്ങനെ മാത്രമായിരുന്നൊരു പാതയിലാണ് പെട്ടെന്ന് 4 എൻജിനീയേഴ്സ് തമിഴ് സിനിമയിൽ വന്നു, ഗൗതം വാസുദേവൻ ഉൾപ്പെടെ. അത് സിനിമയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണം. എഞ്ചിനീയറിംഗ് സൈഡ് പഠിച്ചിട്ടൊന്ന് അതും കൂടി ഈ സിനിമാ രംഗത്ത് കൊണ്ടുവരാൻ കഴിയും എന്ന് പറഞ്ഞ പോലെ രാഷ്ട്രീയ രംഗത്ത് ഇദ്ദേഹം വേറൊരു ഇതിൽ നിന്ന് വന്നപ്പോൾ ആ ഉണ്ടാക്കിയ മാറ്റം ചില്ലറയില്ല തമിഴ്നാട്ടിൽ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മേഖലകളിൽ നിന്നും രാഷ്ട്രീയത്തോട് വന്നാലും ഇവിടെ വിജയിപ്പിക്കാൻ പറ്റി തെളിയിച്ചതുകൊണ്ട് അത് വലിയൊരു മാറ്റം സംഭവിച്ചിട്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ അടുത്ത സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ ഉള്ള ചർച്ച നടക്കും. കേരളം അല്ല, ഇന്ത്യ ഒട്ടുക്ക്. നമുക്ക് രാഷ്ട്രീയത്തിൽ നിന്നും ആരെങ്കിലും അല്ലാതെ പുറത്തു നിന്നും ആരെങ്കിലും ചിന്തിക്കാവുന്നേ ഉള്ളൂ. പ്രഗത്ഭരായ ആൾക്കാരെ കൊണ്ടുവരണം. അത് സംസ്ഥാന പ്രസിഡന്റിന് വേണമെന്നില്ല, മറ്റ് പല സ്ഥാനങ്ങളിലും കൊണ്ടുവരാം. കാരണം മാറ്റം വരുത്തണം. മാറി ചിന്തിക്കുമ്പോഴേ നമുക്കൊരു വ്യത്യസ്തമായ റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് അണ്ണാമലയായിട്ടുള്ള സൗഹൃദം എനിക്ക് എന്നെക്കാൾ വളരെ ചെറുതാണ് പ്രായം കൊണ്ട്. എനിക്കൊന്ന് 40 വയസ്സേ ആയിട്ടുള്ളൂ, 10-16 വയസ്സിൻ്റെ വ്യത്യാസവും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു തരിക, നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ജീവിതത്തിൽ. പ്രത്യേകിച്ച് ഇങ്ങനെ ബുദ്ധിയുള്ളവർ, ഇങ്ങനെ നയിക്കാൻ കഴിയുള്ളൂ, ഇങ്ങനെയുള്ളവരുടെ അടുക്കുമ്പോഴത്തേക്ക് നമുക്കത് വലിയ ഇൻസ്പിറേഷനാണ്.
അതാണ് എനിക്ക് അദ്ദേഹമായിട്ടുള്ള അനുഭവം പങ്കിടാറുള്ളത്. ഇനി അവസാന ചോദ്യം, നരേന്ദ്രമോദിയുമായിട്ടുള്ള എങ്ങനെയാണ് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം? ഈ പറഞ്ഞ പോലെ 5 തവണയാണ് നേരിൽ കണ്ട് സംസാരിക്കാൻ പറ്റിയിട്ടുള്ളത്. അതിൽ ഞാൻ ആദ്യം ഇവിടെ ഇലക്ഷൻ നിൽക്കുന്നു, നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിൽ. അപ്പോൾ അന്ന് നമ്മുടെ കഴക്കൂട്ടത്ത് സ്റ്റേഡിയത്ത് ഇലക്ഷൻ പ്രചരണത്തിന് അദ്ദേഹം വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ഇടിച്ചു കയറുന്ന സ്വഭാവം ഇല്ലാത്ത ഒരാളാണ്. അപ്പം ഞാനിങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാം. അദ്ദേഹം കൃഷ്ണാജി എന്ന് പറഞ്ഞിങ്ങനെ തോളിൽ തട്ടുന്നു, എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയോ. അദ്ദേഹം പറയുന്നു പോകുന്നു. അതാണ് ഈ കോവിഡ് സമയമാണ്, ആരും ദേഹത്ത് തൊടാത്തൊരു സമയം. എനിക്കിത് വലിയൊരു അനുഭവം. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ തോളിൽ തട്ടി നമ്മുടെ വിശേഷം ചോദിക്കുന്നു. ഇതെന്തായിരിക്കും കാര്യം? അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിലോട്ടൊന്ന് എത്താൻ പറ്റുമോ എന്നിങ്ങനെ ആലോചിച്ചു. കാരണം നമുക്ക് എന്തിനെത്തണം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വീട്ടിലെ ഒരു കാര്യത്തൊന്നും പറയില്ല. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിന് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തെ പോലൊരു വ്യക്തിയുമായി നമ്മളൊരു ബന്ധം സ്ഥാപിച്ചാൽ അതിന് കഴിയുമല്ലോ. അന്ന് തൊട്ട് ഞാൻ ഇങ്ങനെ കത്തയക്കാൻ തുടങ്ങി. പെട്ടെന്ന് എനിക്കൊരു ദിവസം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കോൾ വരും, ലാൻഡ് ഫോൺ. എന്നിട്ട് പറഞ്ഞു ഇത്ര അത് ഡൽഹിയിൽ വരണം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കുറേ കാര്യങ്ങൾ എൻ്റെ വിഷൻ കേരളത്തിനെ പറ്റിയുള്ള അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഉദ്യോഗസ്ഥനിടയ്ക്ക് ചോദിച്ചു കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഈ ഫയൽ അയക്കാൻ വേണ്ടി ഒരു ഫയൽ നമ്പർ അയച്ചു. ഞാൻ അയച്ചു കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് ഒക്ടോബർ മാസം 2021 ഒക്ടോബർ മാസം 19 രാവിലെ 10 മണിക്ക് പ്രൈം മിനിസ്റ്ററായിട്ട് മീറ്റിംഗ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കും അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ പൾസ് 72 മുകളിൽ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ അതിനൊക്കെ ഒന്ന് നിയന്ത്രിച്ചകത്ത് വരുന്നു. ആദ്യ ചോദ്യമാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം അദ്ദേഹം ഇന്നാണെങ്കിൽ ഭാരതത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ നേതാവായി മാറിയിരിക്കുക. അപ്പോൾ അന്ന് അദ്ദേഹം വരുമ്പോൾ ഞാൻ എണീറ്റു. അപ്പോൾ അദ്ദേഹം ഇരിക്കുന്നു നമ്മുടെ അടുത്ത് വന്ന് കസേരയ്ക്ക് നിർത്തു. അതായത് നമ്മളെ കംഫർട്ടബിൾ ആക്കും. ഇരിക്കൂ കൃഷ്ണ, ഇരിക്കൂ. ആദ്യ ചോദ്യം പുള്ളി ചോദിച്ചത് ഹൗ ഇസ് ദ ഡോട്ടർ അഹാന. ചോദിക്കേണ്ട കാര്യമേ ഇല്ല. ശരിയാണ്, അദ്ദേഹത്തിന് ബ്രീഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഉദ്യോഗസ്ഥന് കൃഷ്ണകുമാർ, ഇദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ട്, 4 പെൺകുട്ടികളാണ്, മൂത്ത കുട്ടികൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ വേണമെങ്കിൽ വേറെ 100 കാര്യങ്ങൾ അദ്ദേഹത്തിന് ചോദിക്കാം. അപ്പം നമ്മൾ ഉടൻ തന്നെ നമ്മളൊരു വേറെ രീതിയിൽ നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ഭാഗം പോലെ അവിടെ നിന്ന് സംസാരിച്ചു തുടങ്ങി. പിന്നെ കേരള രാഷ്ട്രീയത്തിലോട്ട് എത്തി. ഇന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന വെച്ചാൽ നമ്മൾ കേരളത്തിൽ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഭാരതത്തിലെ ഏത് അരുണാചൽ പ്രദേശ് ഇന്ന മലയിൽ അവിടെ ഒരു ആയുർവേദ ചെടിയുണ്ട്, അതിനെപ്പറ്റി ചോദിച്ചാൽ അതും പറയും. കാരണം അത്രമാത്രം സഞ്ചരിച്ചിരിക്കുന്നു, അത്രമാത്രം താല്പര്യമെടുത്തൊരു വിഷയത്തിൽ പഠിച്ചിരിക്കുന്നു. അത് നമ്മളിപ്പോൾ ഒരു വിഷയത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്താൽ വരുമല്ലോ. അപ്പോൾ കേരളത്തിനെ പറ്റി കൃത്യമായി അറിഞ്ഞു വെച്ചിരിക്കുന്നു. എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, ഇന്നിന്ന ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടോ, ഇല്ലെങ്കിൽ പോകണം, ബന്ധപ്പെടണം, ഇത്തരം കാര്യങ്ങൾ മൈന്യൂട്ടായിട്ട്, അതായത് മൈക്രോ ലെവലിലെ കാര്യങ്ങൾ വരെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഒരു നേതാവെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇഷ്ടം വരുന്നത്. എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇന്ന പ്രശ്നങ്ങൾ അവിടെ എത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ നാടിനെ മാറ്റാൻ പറ്റും. ഇപ്പം ഞാൻ കാണുന്നുണ്ടോ ഇല്ലയോ, ഞാൻ നിരന്തരം കത്തയച്ചുകൊണ്ടിരിക്കും. എനിക്കറിയാം കത്തുകൾക്ക് ചിലപ്പോൾ മറുപടി വരില്ലെങ്കിൽ, പക്ഷെ അവിടെ ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ കത്തുകൾ കണ്ടിരിക്കും. ഞാൻ എല്ലായിടത്തും പറയും, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയയ്ക്കുക, മറുപടി പ്രതീക്ഷിക്കുക, പക്ഷേ കിട്ടിയിൽ വെച്ച് നിരാശപ്പെടരുത്. പക്ഷെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും. അതെൻ്റെ അനുഭവമാണ്. അന്ന് തൊട്ട് ഞാൻ എപ്പോഴും ഡൽഹിയിൽ പോകുമ്പോൾ എങ്ങനെയെങ്കിലും PMOയിൽ പോകും, അവിടെ ചെല്ലും, എന്തെങ്കിലുമൊക്കെ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ എഴുതി കൊടുക്കും. പ്രശ്നം മാത്രമല്ല, ഇന്നതാണ് അതിൻ്റെ പരിഹാരം, ഇത് എനിക്ക് തോന്നുന്നത്, ഇതിനെന്തെങ്കിലും ഒരു നടപടി എടുത്താൽ നന്നായിരിക്കും, എഴുതി കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതുപോലെ 100 കണക്കിന് ആൾക്കാർ എഴുതുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കളക്റ്റീവായിട്ട് വരുമ്പോൾ എവിടെയെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.